What is the difference between high frequency hearing loss and low frequency hearing loss? ഹിയറിംഗ് ലോസ് എല്ലാ സൗണ്ട്സിനെ ഒരുപോലെ എഫക്റ്റ് ചെയ്യത്തില്ല. അതായത് ഹൈ ഫ്രീക്വൻസി സൗണ്ടിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസും ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ടിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ് ലോ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ്. നമുക്ക് എന്തൊക്കെയാണ് ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ്? ഈ ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് എന്ന് വെച്ചാൽ നമുക്ക് ഹിയറിംഗ് ഷാർപ്പായിട്ട് ഹൈ പിച്ച്ഡായിട്ട് കേൾക്കുന്ന സൗണ്ട്സ്, അതായത് ബേർഡ്സിൻ്റെ സൗണ്ട്സ്, വുമൻസിൻ്റെ സൗണ്ട്സ്, കൺസണൻറ്റ് ലൈക്ക് ഇങ്ങനത്തെ സൗണ്ട്സ് ഒക്കെയാണ് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നത്. ഈ സ്പീച്ച് ക്ലാരിറ്റി ഒക്കെ ഹൈ ഫ്രീക്വൻസി കോൺസെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും ഡൾനെസ്സോ അൺക്ലിയർ ആയിട്ട് തോന്നുവാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലോ ഫ്രീക്വൻസി സൗണ്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ തണ്ടേറിൻ്റെ സൗണ്ട്, ഡോഗ് ബാർക്കിംഗ്, ബേസ് വോയിസ്, ഇതൊക്കെയാണ് ലോ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസിന് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഹിയറിംഗിനെ നമുക്ക് സെലക്റ്റാക്കി പറഞ്ഞു തരാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരം അറിയണമെങ്കിൽ ക്ലാരിറ്റോൺ ഹിയറിംഗ് സെൻ്ററിനെ ബന്ധപ്പെടും.